നമസ്തേ സാർ. നമസ്കാരം. മുനമ്പത്തെ വിജയം, അത് ബി ജെ പിക്ക് കിട്ടിയ വിജയം എന്ന് പറഞ്ഞാൽ അത് വഖഫിനെതിരായിട്ടുള്ള, വഖഫ് കൊള്ളയ്ക്കെതിരായിട്ടുള്ള, ഈ പറയുന്ന സാധാരണക്കാരനായ ഏതൊരു മനുഷ്യൻ്റെയും സ്വത്ത് അപഹരിക്കാമെന്നുള്ള ഒരു കാടത്തത്തിനെതിരായിട്ടുള്ള ഒരു വിജയമായിരുന്നു. അതൊരു അത്ഭുതവും കൂടിയാണ് ആ വിജയം. ഒരു ബി ജെ പിക്കാരൻ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് വലിയ വിജയം ഉണ്ടാകുന്നു. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ബി ജെ പിയുടെ വിജയത്തേക്കാൾ വലിയ വിജയമാണ്, വലിയ നേട്ടമാണ് മുനമ്പത്തുണ്ടായത്. അതെങ്ങനെയായിരുന്നു സാധ്യമായത്? അത് ആദ്യം തന്നെ ഞങ്ങൾ പറയാം ദൈവാനുഗ്രഹമാണ്. പിന്നെ അതിന് രണ്ടാമത്തെ ഒരു ഘടകം ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ കുഞ്ഞുമോൻ അഗസ്റ്റിൻ. കാരണം ഞാൻ അവൻ തന്നെ വിളിക്കും, കാരണം എൻ്റെ കളിക്കൂട്ടുകാരനാണ്. അവൻ്റെ ഒരു വ്യക്തിത്വം വലിയൊരു ഘടകമായിരുന്നു. പിന്നെ ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികളുടെ, പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടിൻ്റെ വിജയമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിക്കണം, കേരളത്തിൽ ഞങ്ങൾ ഈ വാർഡ് മുനമ്പം പള്ളിപ്പുറം പഞ്ചായത്തിലെ ഈ 1-ാം വാർഡിൽ ആദ്യമായിട്ടാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി, കാരണം അവിടെ 2 സ്ഥാനാർത്ഥികളെ ഇത്ര 35-36 വർഷത്തെ ചരിത്രത്തിൽ ആ പഞ്ചായത്തിലുണ്ടാവും. ഐദർ LDF ഓ UDF. അത് വന്നും പോയി ഇങ്ങനെ മാറി മാറിക്കുമ്പോൾ കറൻ്റ്ലി അവിടെ ഉണ്ടായിരുന്നത് UDF സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ഒരു BJP സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതും. പിന്നെ ഈ ഒരു ഫൈറ്റ്, ഈ ഒരു യുദ്ധം തന്നെ വേണമെങ്കിൽ പറയാം, ഒരു ചെറിയ യുദ്ധമായിരുന്നില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് നേടിയൊരു വിജയമാണ്. കാരണം അത് ഞങ്ങളുടെ കൂടെ നടന്നേക്കുന്നവർക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും മാത്രം അറിയാവുന്നൊരു വിജയം. ഞങ്ങളുടെ വിജയം ഞങ്ങളെങ്ങനെ നേടിയെടുത്തു എന്നുള്ളത് വേണമെങ്കിൽ ഇതൊരു സ്റ്റഡി ഒരു എല്ലാവർക്കും പഠിക്കാൻ പറ്റിയൊരു ഇത്. കാരണം എങ്ങനെ ഒരു മെമ്പർ പോലും ഇല്ലാത്ത ഒരു പ്രദേശത്ത് 1800ഓളം വോട്ടർമാരുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഒരു പുതിയ പാർട്ടി അവതരിപ്പിക്കാം, ഏത് രീതിയിൽ അവതരിപ്പിക്കാം, എങ്ങനെ വോട്ട് പിടിച്ചെടുക്കാം, കാരണം ഞങ്ങൾക്കെതിരെ നിന്നിരുന്ന വെച്ചാൽ ഒരു LDF ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൽ പ്രാഗൽഭ്യം നേടിയവർ, അതുപോലെ തന്നെ UDF. പക്ഷേ ഈ 2 പാർട്ടികളെയും എന്താ പറയുക, തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ചെയ്യുന്നത് കോപ്പി ചെയ്യാൻ തുടങ്ങി. എല്ലാ രീതിയിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആ രീതി അതേപടി അവർ കോപ്പി ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് അവർ പോയി. കാരണം പുതുതായിട്ട് വരുന്നവന് പുതുതായിട്ടുള്ള കുറച്ച് ഐഡിയാസ് വരും. അവർ സ്ഥിരം ചെയ്തിരുന്ന വെച്ചാൽ കുറച്ച് ഐഡിയകളായിരുന്നു അവരുടെ കൈവശമുണ്ട്. പക്ഷേ ഞങ്ങൾ പുതുതായിട്ട് കുറച്ച് ഐഡിയകൾ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ രീതിയിലേക്ക് വരേണ്ടി പിന്നെ ഞങ്ങൾക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളായിരുന്നെങ്കിലും എവ്രിബഡി വാസ് ടെക്നിക്കലി ഹൈലി അപ്ഡേറ്റഡ്, എസ്പെഷ്യലി സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയൊരു ഏറ്റവും വലിയൊരു ഗുണം LDFൻ്റെ ശരിക്കും ഒരു കൂട്ടം പൊട്ടന്മാരായിരുന്നു. എങ്ങനെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എസ്പെഷ്യലി ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കാം, ഏത് രീതിയിൽ അതിന് ഉപയോഗിക്കാം. കാരണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ലേറ്റസ്റ്റ് ടെക്നോളജിയും ഒരു പഴഞ്ചൻ ടെക്നോളജിയും തമ്മിലുള്ളൊരു വ്യത്യാസമായിരുന്നു. AI-യും ഡിജിറ്റൽ വാറായിരുന്നു. ഡിജിറ്റൽ വാറിൽ ഞങ്ങൾ അവരെ തരിപ്പണമാക്കി കളഞ്ഞെന്ന് പറയാം. പിന്നെ അതുകൂടാതെ നിങ്ങൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ ഈ മത്സരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ BJP സംസ്ഥാന നേതൃത്വത്തോടും ജില്ലാ നേതൃത്വത്തോടും പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളായിട്ട് ഇറങ്ങാം. ഞങ്ങൾക്ക് വേണ്ടി പ്രചരണം നടത്താനായിട്ട് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഉണ്ട്. കാരണം നിങ്ങളറിയണം, മുനമ്പം സമരം എങ്ങനെയാണ് മുൻപന്തി ആൾക്കാരുടെ മുന്നിലേക്ക് വന്നത് സുരേഷ് ഗോപി സാറിൻ്റെ എൻട്രിയാണ്. അപ്പം ഞങ്ങൾക്ക് അതേപോലത്തുള്ള കുറേ ഗ്ലാമറസ് ആൾക്കാരുണ്ടെങ്കിലും ഞങ്ങൾ പറഞ്ഞു, പ്ലീസ് വി വിൽ ഹാൻഡിൽ ഇറ്റ് ബൈ അവർ സെൽഫ്. അപ്പോൾ അവർ പറഞ്ഞ് ചെയ്തോളൂ. ഞങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ച് നോക്കൂ. അപ്പം ഞങ്ങളൊരു ജില്ലാ നേതൃത്വത്തിൽ നിന്ന് പോലും ഒരു മനുഷ്യനെയും ഒരു നേതാവ് പോലും വന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, നേരെ മറിച്ച് LDFൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രചരണം നടത്തി അവിടെ അതിനുവേണ്ടി നടന്നത് പി രാജീവ് മന്ത്രി, CPIയുടെ രാജൻ, കൂടാതെ MLA, ഇവ 3 പേരായിരുന്നു അവരുടെ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തിരുന്നത് വെച്ചാൽ. UDFൻ്റെ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തിരുന്നത് വെച്ചാൽ DCC പ്രസിഡൻറ്റ് മുഹമ്മദ് ഷിയാസും ജിൻഡോ ജോണിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഞങ്ങളായി തന്നെ, നാട്ടുകാരായി തന്നെ പക്ഷേ ഞങ്ങൾക്കൂടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ക്വാഡ് വർക്ക് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. കാരണം ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം ഞങ്ങൾക്ക് ആർക്കും ഈ നിൽക്കുന്നവരാരും രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ വീടുകളിൽ കയറി ഇറങ്ങണം. അപ്പം ഞങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു 35 പേരടങ്ങുന്ന ഒരു സ്ക്വാഡായിട്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങാം. അപ്പം അങ്ങനെ ഞങ്ങൾ 3 പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളുടെ പ്രകടന പത്രികയും ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം. കാരണം ഞങ്ങളുടെ മനസ്സിലൊന്നും വലിയ കാര്യങ്ങളുണ്ടായിരുന്നില്ല.
നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊരു ബസ് റൂട്ടില്ല, കുടിവെള്ളമില്ല, റേഷൻ കടയില്ല, ഒരു മെഡിക്കൽ ഷോപ്പില്ല. ഇതെല്ലാം 3.5-4 കിലോമീറ്ററിന് അപ്പുറത്താണ് ഈ കാര്യങ്ങളെല്ലാം. ബട്ട് മുനമ്പം എന്ന് പറഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു തീരദേശ പ്രദേശം വേറെയൊന്നുമില്ല, ഇത്ര ഭംഗിയായിട്ടുള്ളൊരു പ്രദേശം. പക്ഷേ ഈ ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഞങ്ങൾ പുഴ കടന്ന് അപ്പുറത്ത്, പാലം കടന്ന് അപ്പുറത്ത് പോകണം. ഇപ്പോൾ ഒരു റേഷൻ കടയൊക്കെ 5 കിലോ അരി മേടിക്കാൻ പോവുകയാണെങ്കിലും അവിടെ നിന്ന് 50 രൂപ കിട്ടുന്ന സാധനം ഞങ്ങൾ ഇവിടെ നിന്ന് 300 രൂപയുടെ അല്ല 250 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തിട്ടാണ്. അപ്പം ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കുടിവെള്ളം, ഇപ്പോഴും കുടിവെള്ളമില്ല. പൈപ്പ് ലൈൻ വന്നു, പൈപ്പ് അത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അതിനും ഞങ്ങൾക്കൊരു 50 വോട്ട് കൂടുതൽ കിട്ടി. ഞങ്ങൾ ഈ കുടിവെള്ളത്തിന് പ്രശ്നം എത്തിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ LDF സർക്കാർ ആയിരിക്കണമല്ലോ ഇത് കുടിവെള്ളം ചെയ്യേണ്ടത്. പൈപ്പ് കൊണ്ടുവന്നിട്ട് LDFൻ്റെ പാർട്ടി, അതായത് ഇലക്ഷൻ ഓഫീസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പൈപ്പ് ഇറക്കി വെച്ച്, എന്നിട്ട് അവിടെ നിന്ന് ഓരോ പൈപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് 6 മാസം മുമ്പ് പണിത റോഡ് കംപ്ലീറ്റ് കുത്തിപ്പൊളിച്ച്. അതിൽ ഏറ്റവും ആദ്യം വന്ന് തലയും കുത്തി വീണത് LDFൻ്റെ ഒരു സജീവ പ്രവർത്തകനും ഭാര്യയും കൂടി തലയും കുത്തി വീണു. അവനൊരു 8-9 പേര് ഈ റോട്ടിൽ തന്നെ തലകുത്തി വീണു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നാട്ടുകാർക്ക് ആൾക്കാർ പൊട്ടന്മാരൊന്നുമല്ല, ആൾക്കാർ മനസ്സിലാക്കണതാണ് ഈ ഇലക്ഷൻ. എന്നിട്ട് പൈപ്പെല്ലാം ഫിറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ ഉള്ളൊരു LDFൻ്റെ ഒരാളൊരു വലിയൊരു വോയിസ് മെസ്സേജ് ഇട്ട്, ഒരു സ്ത്രീയാണ്, ചിരിച്ചിരിച്ച് ചാകുക ആ വോയിസ് മെസ്സേജ് കേട്ട് കഴിഞ്ഞു. അതായത് അവിടെ എങ്ങാണ്ട് വരുന്ന ഫണ്ട് ഇങ്ങോട്ട് വാരിക്കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു, അതിനുശേഷം നമ്മൾ അവരെ പുകഴ്ത്തണം മറ്റാ. പക്ഷേ ഏറ്റവും രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ ഇട്ടിട്ട് 2 ആഴ്ചയായി, ഇതുവരെ വെള്ളം വന്നിട്ടില്ല. ഫണ്ട് കൊണ്ടുവന്ന് ഇട്ടെന്നാണ് പറഞ്ഞത്. അതായത് ഫണ്ട് കൊണ്ടുവന്ന് ഇട്ടതിന് പഞ്ചായത്ത് കുറേ പഴി കേൾക്കേണ്ടി വന്നു, എന്നാലും ഫണ്ട് കൊണ്ടുവന്ന് തന്നു. അല്ലെങ്കിൽ ആ വോയിസ് മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചാകും അത്. കാരണം ഏറ്റവും ഒരു സിനിമയ്ക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന ഒരു വോയിസ് മെസ്സേജാണ്, പക്ഷേ വെള്ളം വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ഈ 3-4 കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ. പക്ഷേ അതിന് ആദ്യം തക്കതായ ഫലങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെതിരെ നിങ്ങൾക്കറിയാം സമരം, രാജീവ് മന്ത്രി അവിടെ വന്ന് നിർത്താൻ പറഞ്ഞു. പക്ഷെ ഞങ്ങളത് ഞങ്ങൾക്കറിയാം ഇത് പറ്റിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇത് ഇന്നസെൻ്റ് പറയണ പോലെ ഇത് കുറേ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളൊരു കൂട്ടം ആൾക്കാർ അതിൽ നിന്ന് മാറി ഞങ്ങളൊരു പുതിയ സമരപ്പന്തൽ തുടങ്ങി. പുതിയ സമരപ്പന്തൽ അത്യാവശ്യം ആൾക്കാരുടെ സഹകരണത്തോടെ. പക്ഷേ ഈ ഭൂസംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു കൂട്ടം വിഡ്ഢികളുടെ വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾ എന്ന് പറയില്ലേ, അതുപോലെ അവരെ കേട്ട് നടക്കുന്ന ഒരു കൂട്ടം നാട്ടുകാരും ഉണ്ടായിരുന്നു. ഇത് ഭൂസംരക്ഷണ സമിതിയിൽ ഒരു 3-4 എന്താ പറയുക പൊട്ടന്മാരെന്ന് പറയാം. ഇവരെ LDF സർക്കാരിനെ വിശ്വസിച്ചിട്ടാണ് ഈ നാട്ടുകാരെ മുഴുവനും ചതിച്ചത്. കാരണം ഇന്നൊരു വിധി നിങ്ങൾ കണ്ടു കാണില്ലേ, അവർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പോക്കുവരവിനും നിങ്ങളുടെ മറ്റുള്ള കോടതിയിൽ നിന്ന് ആകെ കിട്ടിയിരിക്കുന്നത് കരമടയ്ക്കാം എന്നുള്ളൊരിതായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തത്, അവർ ഇല്ലാത്തൊരു വീഡിയോ പ്രചരണം, ഇനി മുനമ്പത്തെ പ്രശ്നങ്ങൾ മുഴുവൻ ഞങ്ങൾ അന്നും പറഞ്ഞു മുനമ്പത്തെ പ്രശ്നം തീർന്നിട്ടില്ല, മുനമ്പത്തെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഇനിയും കേസുകളുണ്ട്, ഇനിയും ഇതെല്ലാം പോകണം, ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾക്ക് കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. കാരണം നമുക്ക് ഇതുവരെയും ഒന്നുമായിട്ടില്ല. ജസ്റ്റ് കരമടക്കുന്നൊരു ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ടിഷ്യൂ പേപ്പറിന് ഇതിന് അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് മൂക്കെങ്കിലും തുടക്കാൻ പറ്റും. അതുകൊണ്ട് യാതൊരു ഗുണമില്ലെന്ന് ഞങ്ങൾക്കല്ല. കാരണം ഇറ്റ്സ് ബീൻ റിമാർക്കോടെ തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ സമരം തുടർന്നു. അതിന്നും സജീവമായി പോവുകയാണ്. ചുരുങ്ങിയത് നല്ല സഹകരണമുണ്ട്. എസ്പെഷ്യലി ഞങ്ങൾ ജയിച്ചു വന്നതോടെ സഹകരണം കൂടി. കാരണം ഭൂസംരക്ഷണ സമിതി എല്ലായിടത്തും ചെന്ന് പറയുന്ന ഒരു കാര്യം ഇതായിരുന്നു. ഒരു 95% ആൾക്കാരും ഞങ്ങളുടെ കൂടെ, 5% BJP അനുകൂലികൾ. പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലായി BJP ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ. BJP ഉള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ കാര്യങ്ങളും സമാധാനത്തോടെ മുനമ്പത്തുകാർ അവിടെ കിടന്നുറങ്ങുന്നതും. BJP കൊണ്ടുവന്ന ഈവൻ ഭൂസംരക്ഷണ സമിതിയുടെ വക്കീൽ പോലും ഇപ്പോൾ കോർട്ടിൽ വാദിക്കുന്നത് ഈ പുതിയ നിയമത്തെ ആസ്പദമാക്കിയിട്ടാണ്. അദ്ദേഹം നിങ്ങൾ ആലോചിക്കണം, ഈ പുതിയ നിയമം കൊണ്ട് യാതൊരു ഗുണവുമില്ലെന്ന് മാതൃഭൂമി പത്രത്തിൽ എഴുതിയൊരു ആൾ കൂടിയാണെന്ന് ആലോചിക്കണം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ തന്നെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ വേണ്ട ആൾക്കാർ. അദ്ദേഹം വാദിക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് വേണം നമുക്ക് പോകാൻ, പുതിയ നിയമം അനുസരിച്ച് വേണം പോകാൻ. ആ ഒരു വാദമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, BJP സർക്കാരിനോടുള്ള നന്ദി, മുനമ്പത്തുകാർ നന്ദിയില്ലാത്തവരെന്നുള്ളൊരു പേരുദോഷം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എല്ലാത്തിലുപരി ദൈവത്തിൻ്റെ അനുഗ്രഹം
താൻ പാതി ദൈവം പാതി, ഞങ്ങൾ ഞങ്ങളുടെ പാതി ചെയ്തു, ദൈവം ദൈവത്തിൻ്റെ പാതി ചെയ്തു. കാരണം ഭൂസംരക്ഷണ സമിതിയുടെ കൂടെ ഞങ്ങളുടെ വികാരി അച്ഛനുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു, ഞങ്ങൾക്ക് ഏറ്റവും സങ്കടം തോന്നിയെന്നതും ഞങ്ങളെ ഏറ്റവും വേദനിപ്പിച്ചതും അതായിരുന്നു. അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു BJPക്കെതിരെ അവിടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് വീട് വീടാന്തരം കയറി ഇറങ്ങി BJP ആര് ജയിച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രകാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ വർത്തമാനം. അതായത് വേറെ ആര് ജയിച്ചാലും കുഴപ്പമില്ല, BJP ജയിക്കരുത്. എന്താണ് അദ്ദേഹത്തിന് ഈ പ്രേരണ കൊടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ആരാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചതെന്ന് ഞങ്ങൾക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഞങ്ങളെല്ലാവരും ഞങ്ങൾ വിശുദ്ധ കുർബാനയും പരിശുദ്ധ കുർബാനയും, ഞാൻ എന്നും പള്ളിയിൽ പോകുന്ന ആളും എന്നും കുർബാന സ്വീകരിക്കുന്ന ഒരാളുമാണ്. പക്ഷേ ആ കുർബാന ചെല്ലുന്ന ഞങ്ങളെന്നും അൾത്താരയിലേക്ക് നോക്കുമ്പോൾ കുർബാന ചെല്ലുന്ന ഞങ്ങളുടെ അച്ഛൻ തന്നെ, അച്ഛനെ അറിയാം ഞങ്ങൾ BJP ആണ്, BJP വന്നത് കൊണ്ട് മാത്രമാണ് മുനമ്പം എന്ന് കിടന്നു. പക്ഷേ ആ അച്ഛൻ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളുടെ രൂപതയുടെ വികാരി ജനറലും ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇതിന് അകാണ്ട് പരിശ്രമിച്ചു. കാരണം ഇപ്പോൾ ഈ മുനമ്പം ഒരു കാരണവശാലും BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കരുതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും തമാശ എന്ന് പറയുന്നത് ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാനും കൺവീനറും പറയുന്നത് അച്ഛൻ പറഞ്ഞ കാരണമാണ് നിർത്തിയത്, അച്ഛൻ പറയുന്നത് കൺവീനറും ചെയർമാനും പറഞ്ഞ കാരണമാണ് നിർത്തിയത്. ഇപ്പോൾ ഇവർ മൂന്നുപേരും കൂടി പറയുന്നത് വികാരി ജനറൽ പറഞ്ഞ കാരണമാണ് നിർത്തിയെന്നാണ് പറയുന്നത്, സമരം നിർത്തി. കാരണം അവർക്ക് സമരത്തിൽ നിന്ന് അവർ പിന്മാറിപ്പോയി. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾ ഒരിക്കലും ആ സമരം കൊടുക്കുകയില്ല, ഞങ്ങളൊട്ടും സമരം കാരണം ഞങ്ങളിപ്പോൾ ആ സമരം നല്ലതായ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല സഹകരണമുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ ചേരണം എന്നും പറയുമ്പോൾ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ വഴി, ഞങ്ങൾ ഞങ്ങളുടെ വഴി, സമരം ഞങ്ങൾ നടത്തിക്കൊണ്ടുപോകും, ഞങ്ങൾ ഏറ്റെടുത്ത സമരം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളെല്ലാം എന്ന് തിരിച്ചു കിട്ടുന്നു അന്ന് ഞങ്ങൾ ഈ സമരം നിർത്തും. അത് പൂർണ്ണമായിട്ടല്ല, എല്ലാ അധികാരവും ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ ഒരു ഡിസ്പ്യൂട്ടും ഇല്ലാതെ. കാരണം ഇപ്പോഴും ഞങ്ങൾ കിടക്കുന്നത് വഖഫിൻ്റെ ആസ്തി വിവര പട്ടികയിലാണ് മുൻപ് ഭൂമി കിടക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഒരു കാര്യത്തിനും, കാരണം ഈ പറയുന്ന ഇതൊരു ഓർഡറല്ല, ഇതൊരു ജസ്റ്റ് ഒരു ലെറ്ററാണ്, കളക്ടറിൻ്റെ നിന്ന് കിട്ടിയ ഒരു ലെറ്റർ. അത് ശരിക്കും എന്താ പറഞ്ഞ ഒരു ഇലക്ഷൻ ഗെമ്മിക്കായിരുന്നു, ഇലക്ഷൻ ഗെമ്മിക്ക്. ഇവർ വിചാരിച്ചു ഇപ്പം തന്നെ ഞങ്ങൾ സമരം നിർത്തുമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഈ ചെയർമാനും കൺവീനറും ഈ രണ്ട് പൊട്ടന്മാർക്കല്ലാതെ വേറെ ആരും ഇപ്പോൾ എന്താ അവസ്ഥ, ഇപ്പോൾ രണ്ടും കൂടി തേരാപ്പാര അങ്ങാടിങ്ങാടും നടപ്പുണ്ട്. രാവിലെ ആകുമ്പോൾ ഇവർ കുറേ പത്രക്കുറിപ്പ് എഴുതും, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അവർ രണ്ടുപേരും വീട്ടിലിരിപ്പാണെന്ന് മാത്രമേ ഉള്ളൂ. വിജയത്തിന് ആരൊക്കെയായിരുന്നു ഏറ്റവും പിന്തുണ തന്നത്? ഞങ്ങൾക്ക് പിന്തുണ എന്ന് പറയണത് നാട്ടുകാർ, ഒരു കൂട്ടം ആൾക്കാർ. അതിൽ രണ്ട് രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഒരു കൂട്ടം ആൾക്കാർ മനസ്സോടെ, നമുക്കറിയാം വീടുകളിൽ ചെല്ലുമ്പോൾ അറിയാം. കാരണം നിങ്ങളറിയണം, പള്ളി ഇതിന് ഞങ്ങളുടെ കൂടെ ആരെല്ലാം നടക്കുന്നുണ്ട് എല്ലാവരും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ പള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സഭയ്ക്കെതിരോ ഞങ്ങളുടെ അച്ഛന്മാർക്കെതിരോ ആർക്കും എതിരോ, ഞാൻ പറഞ്ഞ ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ആരെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നാൽ പിറ്റേ ദിവസം അയാളെ വിളിക്കും, നീ എന്തിനാണ് പോയത്, അവർ ശാപം കിട്ടിയവരാണ്, 7 ജന്മം അവരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ശാപം തലമുറ പോലും ഉണ്ടാവും, അവരുടെ മക്കൾ നശിച്ചു പോവും. എൻ്റെ മക്കളൊക്കെ, എൻ്റെ മകനെയും മകളെയും പ്രാകാത്തതിന് ഒരു പ്രാക്കും എല്ലാവരോടും അവൻ്റെ മകൻ അനുഭവിക്കാൻ പോണത് കണ്ടു. എല്ലാത്തിലുപരി വേറൊരു കാര്യം എന്നെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും വലിയ ചില ഉടമ്പടികളുണ്ട് പള്ളിയുമായി. അതിലൊന്നാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലെ തിരുനാൾ ഏൽക്കുക എന്ന് പറയുന്നത്. ഞാൻ 2026 പെരുന്നാൾ അച്ഛൻ തന്നെ പറഞ്ഞു, ഞാൻ പള്ളിയിലൊരു പ്രസംഗം കേട്ടപ്പോൾ പ്രകാരം പറഞ്ഞു, നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ ഏൽക്കാൻ പോലും ആളില്ല, പെരുന്നാൾ ഏൽക്കണം, ആരെങ്കിലും സന്മനസ്സുള്ളവരുണ്ടെങ്കിൽ 2024 ഈ വിഷയങ്ങളൊന്നും 2025 ഞങ്ങളുടെ സമരം. അപ്പം ഞാൻ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഇറങ്ങി ഞാൻ നേരെ പള്ളി മേടയിലേക്ക് ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ 2026 പെരുന്നാൾ ഞാൻ ഏൽക്കാം. അപ്പോൾ അതിനുശേഷം അതിൻ്റേതായ കുറേ ചടങ്ങുകളുണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഇതൊരു ഉടമ്പടിയാണ്, ഒരു ക്രിസ്ത്യാനി പള്ളിയുമായി വെക്കുന്നൊരു ഉടമ്പടിയാണ്. ഞാൻ ഇതെല്ലാം ചെയ്തു. ഞാൻ അവിടെ പോയി ഈ ഇതെല്ലാം എഴുതി. അതിനുശേഷം പറഞ്ഞതിന് ശേഷം വീണ്ടും വീട്ടിലേക്ക് പോയിട്ട് രണ്ടാമത് എൻ്റെ മകനെയും കൂട്ടി വന്ന് അച്ഛനോട് സംസാരിച്ച് പള്ളിയുടെ ആ രജിസ്റ്ററിൽ കാര്യങ്ങളെല്ലാം എഴുതി. ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഈ ഇലക്ഷനെ കുറച്ച് ദിവസം മുമ്പ്
ഒരു കാര്യമില്ലാതെ എനിക്ക് പെരുന്നാൾ 2026 പെരുന്നാൾ തരില്ലെന്ന് പറഞ്ഞ് എന്നെ അതിൽ നിന്ന് കട്ട് ചെയ്തോളൂ. അപ്പം ഞാൻ കാരണം ഇതിൽ ചെന്ന് ചോദിച്ചു എന്താണ് എന്നെ കട്ട് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു റിട്ടേൺ ആയിട്ട് എഴുതിത്താന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ റിപ്ലൈ ഫിലിപ്പ് അതിന് പെരുന്നാൾ ഏറ്റിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഒരു വിശ്വാസിയുടെ അവകാശത്തെ ഒരു വിശ്വാസിയുടെ അവകാശത്തെ പോലും അവിടെ ചോദ്യം ചെയ്തു. ഞാൻ പെരുന്നാൾ ഏറ്റിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഞാനൊന്നും തർക്കിക്കാനൊന്നും നിന്നില്ല, ഞാൻ തിരിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം പക്ഷെ അതിനുശേഷം എനിക്കൊരു വാശിയായിരുന്നു. ഞാൻ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാശിയായിരുന്നു ആ പ്രസ്ഥാനം ഇവിടെ വേരുണ്ടാക്കണം, അതിവിടെ വിജയിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള അകാന്ത പരിശ്രമം ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ വിജയിച്ചു. അത് ഞങ്ങൾക്ക് ദൈവത്തിനോടും പിന്നെ ഞങ്ങളുടെ കൂടെ നിന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങളുടെ മാലാകമാരെന്ന് ഞങ്ങൾ പറയുന്നത് റെവറൻ ഫാദർ ജോഷി മയ്യാറ്റിലച്ചനും ഞങ്ങളുടെ ലീഗൽ സൈഡ് കൈകാര്യം ചെയ്യണ ബഹുമാനപ്പെട്ട സ്റ്റാലിൻ ദേവൻ സാറ്, പിന്നെ മീഡിയാസ് അതിലെടുത്ത് പറയേണ്ട ഒരു പേരാണ് സുനിൽ വടയാർ സാറ്, മറുനാടൻ ഷാജൻ സാറ്. കാരണം ഇങ്ങനെ കുറച്ച് ആൾക്കാർ, അഡ്വക്കേറ്റ് ജയശങ്കർ, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളുടെ കൂടെ നിന്ന് നമ്മൾ നിരന്തരം വീക്ഷിച്ച് നമുക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ, തെറ്റുകൾ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. കാരണം തെറ്റ് പറ്റിയിരുന്നെങ്കിൽ ഞങ്ങളിവിടെ വിജയിക്കില്ല. കാരണം ഞങ്ങൾക്ക് തെറ്റ് പറ്റേണ്ടെന്ന് ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ ഉള്ളൊരു പ്രചരണമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ഞങ്ങൾ ശരിക്കും ഒരു 300 വോട്ടിനെങ്കിലും ജയിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അവസാനം ഇങ്ങനത്തെ കുറച്ച് ഏറ്റക്കുറച്ചിലുകളും ആളുകൾ വീടുകളിൽ തോറും കയറി. ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ക്രിസ്തീയ പ്രമുഖ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് വിളിച്ചിട്ട് ഒരു കന്യാസ്ത്രീ പറഞ്ഞു, എൻ്റെ അടുത്ത് വരെയും ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, അവിടെയുള്ള ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവളുടെ വീടുകളിലേക്ക് വിളിച്ച് പറയണം BJPക്ക് വോട്ട് ചെയ്യരുതെന്ന്. പക്ഷെ അവർ ചെയ്തില്ല, കാരണം അതൊരിക്കലും പാടില്ലെന്നുള്ളൊരിതാണ്. പക്ഷെ ഞങ്ങളുടെ കൂടെ വേറെ ഒരു കൂട്ടം അച്ഛന്മാരുണ്ട്. എസ്പെഷ്യലി ഞങ്ങളെടുത്ത് പറയേണ്ട ഒരു പേരാണ് കോട്ടപ്പുറം രൂപതയുടെ പ്രീസ്റ്റ് ഇൻചാർജ് റെവറൻ ഫാദർ ഫ്രാൻസിസ് താണിയത്ത്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് സുരേഷ് ഗോപി സാറിനെ അവിടെ കൊണ്ടുവരുന്നതും സുരേഷ് ഗോപി സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതും. പിന്നെ ആദ്യം ഞങ്ങളെ വിളിച്ച് അഭിനന്ദിച്ചത് രാജീവ് ജിയും സുരേഷ് ഗോപി സാറുമാണ്. അപ്പോൾ അവർ വരുമെന്ന്. ഇന്ന് ഞങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ, ഞങ്ങളുടെ വാർഡ്, ഞങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന വാർഡിന്, കാരണം ഈ ഒരു വാർഡിന് ഇന്ത്യ ശ്രദ്ധിച്ചൊരു വാർഡാണ്. ഡൽഹി എന്ന് പറയുമ്പോൾ എന്നെ, ഞാൻ പേരുകൾ പറയുന്നില്ല, ദേ ഹാഡ് കോൾ മീ, കൺഗ്രാജുലേറ്റ് ചെയ്തു. കുറേ പ്രമുഖർ, നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കുറേ പ്രമുഖർ വിളിച്ചു, എല്ലാവരും വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. കാരണം പറഞ്ഞു, ഇത് ഞങ്ങളുടെ അഭിമാനം കാത്തു, നിങ്ങൾ BJP എന്താണെന്ന് കേരള ജനതയെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മോദിജി ട്രിവാൻഡ്രത്ത് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ മെമ്പറുമായിട്ട് അവിടെ മോദിജിയായിട്ട് ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്വപ്നം, എല്ലാവരും ശ്രദ്ധിച്ചൊരു വാർഡ് എന്ന നിലയിൽ ഈ വാർഡ് ജീവിതകാലം മുഴുവനും ശ്രദ്ധിക്കപ്പെടണം. അതിൻ്റേതായ കുറേ പദ്ധതികളുമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മെമ്പറിനൊരു ഓഫീസ്. ഞങ്ങൾ ഇന്നലെ ഒരു ഓഫീസ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഓഫീസ് ഞങ്ങളുടെ മെമ്പറായിട്ട്. ഞങ്ങളുടെ മെമ്പർ ഒരു സാധാരണക്കാരനാണ്. അവനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. നാട്ടിലെന്നും അവൻ്റെ വ്യക്തിത്വം എടുത്ത് പറയേണ്ടതാണ്. കാരണം ബിക്കോസ് ഈ സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ, ജോളി ബോയ്. ഞങ്ങളിപ്പോൾ വിളിക്കുന്ന ജോളി ബോയ് ഹീറോ എന്നാണ്. ബിക്കോസ് എല്ലാത്തിലും ഉൾപ്പെട്ട് നടക്കുന്ന ഒരാൾ. അപ്പോൾ അവൻ്റെ ഒരു വ്യക്തിത്വം എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു തീരദേശ ഗ്രാമമാണ്. ചെറായി ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിന് ഒരു കേരളാസ് ഫസ്റ്റ് ഹോം സ്റ്റേ വില്ലേജ്, അത് എല്ലാ വീട്ടിലും ഒരു ഹോം സ്റ്റേ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, എല്ലാ വീട്ടിലും ഒരു ഹോം സ്റ്റേ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, എല്ലാ വീടുകളോടും സഹകരിച്ചിട്ട് ഹൂവർ ഇസ് വില്ലിങ് അവരൊരു റൂമോ അപ്പോൾ ഞങ്ങളിപ്പോൾ പല വീടുകളും ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റൂംസ് ക്രിയേറ്റ് ചെയ്തിട്ട് കേരളാസ് ഫസ്റ്റ് കംപ്ലീറ്റ് വാർഡ് എല്ലാ വീട്ടിലും ഒരു ഹോം സ്റ്റേ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആ നാടിന് മൊത്തം ഒരു റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതാണ്. ഇപ്പം ഞങ്ങളുടെ മുനമ്പം ബീച്ചുണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചസാണ്. വൈപ്പിങ്കരയിൽ നിങ്ങളാരും ശ്രദ്ധിക്കാത്തൊരു ബീച്ചാണ് മുനമ്പം ബീച്ച് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു ബീച്ച്. അപ്പം ഇന്ന്
ഞാനിപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരെല്ലാവരും കൂടി ഒരു 40ഓളം പേര് ചേർന്ന് മുനമ്പം ബീച്ച് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ചെറിയൊരു ഒരു 3 ഡേ ബീച്ച് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന പോലെ മുനമ്പം ബീച്ച് ഫെസ്റ്റിവൽ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ അതിൻ്റെ ക്ലീനിങ് അടയ്ക്കും. കാരണം ഞങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ കുറച്ച് JCP ഒക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. സോ ഞങ്ങൾ ആ ക്ലീനിങ് പ്രോസസ്സും നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ BJP പള്ളിപ്പുറം പഞ്ചായത്തിന് പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നവും ഞങ്ങളുടെ ആഗ്രഹവും. അതിനുള്ള ഒരു പരിശ്രമത്തിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സാധിക്കുമെന്ന് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്കും സാധിക്കും. കാരണം മുൻപത്തേക്കും BJPക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അത്രയ്ക്കും കഴിവുള്ള കുറേ ആൾക്കാരുള്ളവരാണ്, കഴിവുള്ള ലീഡേഴ്സുള്ള മുനമ്പത്ത് നിന്ന് തന്നെ കുറേ ലീഡേഴ്സുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് BJPനെ നാട്ടിൽ ഇപ്പം തന്നെ ഞങ്ങൾക്ക് വളരെയേറെ സപ്പോർട്ടുണ്ട്. കാരണം ആരും എല്ലാവരും ഇപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല BJPനെ ഒരു കാരണം ഈ 1800 പേരടങ്ങുന്ന ഈ വാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ജസ്റ്റ് കീപ്പ് ഇറ്റ് ഹാഫ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 50% ഡൈ ഹാർഡ് UDF, 50% ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റ്. ഈ ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റുള്ള ഒരു 25%നെ ഞങ്ങൾക്ക് പൊക്കാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങൾക്ക്. കാരണം UDF അവർ പിന്നെയും കുറച്ച്, പക്ഷേ ഈ ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് പക്ഷേ ഈ ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റിൽ ഒരു 25% ഞങ്ങൾക്ക് പൊക്കാൻ, ഞങ്ങളുടെ കൂടെ വരുത്താനും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് വരാനും ഇപ്പം ഞങ്ങളുടെ കൂടെ സജീവമായിട്ട് നിർത്താനും സാധിച്ചു. അതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം പറഞ്ഞാൽ പ്രാദേശിക നേതാക്കന്മാരുണ്ടല്ലോ, അതൊരു കൂട്ടം പൊട്ടന്മാരായത് കാരണം അത് ജീവിതകാലം മുഴുവൻ ഇനി പ്രാദേശിക നേതാക്കന്മാർ ശരിക്കും ഞങ്ങളുടെ നാട്ടിലെ പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു കൂട്ടം മണ്ടശിരോമണികളാണ്. അതും ഞങ്ങൾക്കൊരു വലിയൊരു ഘടകമായിരുന്നു. കാരണം അവരിപ്പോഴും എന്താ പറയണ 60s ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏതായാലും ഒരു മികച്ച വിജയമായിരുന്നു ഇത്. രാജ്യത്തിനാകെ മാതൃകയാണ്. ഈ പറയുന്ന BJPയുടെ വളർച്ചയ്ക്കേറെ നിർണായകമാണ്. ഇനിയുള്ള കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ മുനമ്പം വിജയിച്ച് നിൽക്കട്ടെ. താങ്ക് യു.